നമസ്കാരം. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി 10 വർഷം ഭരിച്ച പിണറായി വിജയനെ BJP എന്താണ് ചെയ്യാൻ പോകുന്നത്? ഇതിനെക്കുറിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞാൻ ഇവിടെ പങ്കിടുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷം ഈ VD സതീശൻ മന്ത്രിസഭ വരുന്നതിന് മുമ്പ് 10 വർഷം കേരളത്തെ ഭരിച്ച മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അദ്ദേഹം എങ്ങനെയാണ് ഭരണത്തിൽ വന്നത്? നമുക്ക് 2016 ഉമ്മൻചാണ്ടിയുടെ പേരിൽ സരിതാ നായരുടെ ഒരു കള്ളപ്പരാതി ഉണ്ടാക്കി അതുവഴി വൻ പ്രചാരണം നടത്തി എന്നിട്ട് അതിൻ്റെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെയാണ് അട്ടിമറിച്ചത്. 10 കോടി റുപ്യ പത്രക്കാർക്കും പത്രദൃശ്യ മാധ്യമങ്ങൾക്കും 10 കോടി റുപ്യ സരിതയ്ക്കും കൊടുത്താണ് പിണറായി വിജയൻ ഇത് നേടിയെടുത്തത്. കൂടാതെ CPMൻ്റെ എല്ലാ മേഖലകളിലുള്ള പോഷക സംഘടനകളും ഇത് ഏറ്റെടുക്കുകയും സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുകയും വൻ പ്രക്ഷോഭം നടത്തുകയും തിരുവനന്തപുരത്ത് വൻ സെക്രട്ടറിയേറ്റ് വളയുകയും അങ്ങനെ കേരളത്തെ സ്തംഭിപ്പിച്ച് അങ്ങനെ ആണ് ഉമ്മൻചാണ്ടി സർക്കാരിനെ അട്ടിമറിച്ചത്. ഉമ്മൻചാണ്ടി എന്ന സാധു മനുഷ്യനെ ഒരു കള്ളനാക്കി ലൈംഗിക പീഡക വീരനാക്കി മാറ്റിയാണ് അദ്ദേഹം അധികാരത്തിലെത്തിയത്. അങ്ങനെ 2016 മറ്റൊരു കാര്യം കൂടി അദ്ദേഹം ചെയ്തിരുന്നു. VS അച്യുതാനന്ദനെ മുഖ്യമന്ത്രിയാക്കാം എന്ന് വാക്കുകൊടുത്ത് അദ്ദേഹത്തെ പ്രചരണ രംഗത്തിറക്കി. അങ്ങനെ ആദ്യഘട്ടത്തിൽ VS അച്യുതാനന്ദൻ വരും, പിന്നീട് ഭരണം മാറി പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകും. ഇതായിരുന്നു ധാരണ. പിണറായി വിജയനെ ആർക്കും വിശ്വാസമുണ്ടായിരുന്നില്ല, എന്നാൽ VS അച്യുതാനന്ദനെ എല്ലാവർക്കും വിശ്വാസമായിരുന്നു. അങ്ങനെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും പാവം ആ വൃദ്ധനായ VS അച്യുതാനന്ദനെ രംഗത്തിറക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കാൻ ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുചേരുകയും അദ്ദേഹം പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുകയും അങ്ങനെയാണ് പിണറായി വിജയൻ കൊടുത്ത ഇത്തരത്തിലുള്ള തെറ്റായ കാര്യങ്ങൾ വെച്ച് സരിതാ നായരെ ഇറക്കി പ്ലാൻ ചെയ്തതെന്ന് അറിയാതെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ VS അച്യുതാനന്ദൻ പ്രസംഗത്തിന് ഇറങ്ങിയത്. അങ്ങനെ ലക്ഷങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗിക്കുകയും അങ്ങനെ ഒരു ഈക്വൽ മന്ത്രിസഭ ഉണ്ടാവുകയും ചെയ്തു. അതായത് അന്ന് വളരെ കുറഞ്ഞ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് മന്ത്രിസഭ അധികാരത്തിലിരിക്കുന്നത്. അങ്ങനെ 2006, 2021 ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു മന്ത്രിസഭയായിരുന്നു പിണറായി വിജയൻ്റെ എന്ന് പറയാൻ പറ്റും. തോമസ് ഐസക്കും EP ജയരാജനും AK ബാലനും അങ്ങനെ തുടങ്ങി പ്രമുഖ KK ശൈലജയും എല്ലാമുള്ള മന്ത്രിസഭ. KK ശൈലജയായിരുന്നു അതിൽ ഏറ്റവും തിളങ്ങിയിരുന്നത്. KK ശൈലജയുടെ വളർച്ച എന്ന് പറയുന്നത് ആ കഠിന പ്രയത്നമായിരുന്നു. ആരോഗ്യരംഗത്ത് എവിടെ പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ഓടിച്ചെന്ന് അവർ പരിഹരിക്കുമായിരുന്നു. ഇതിൻ്റെ ഇടയിലാണ് കോവിഡും അതേപോലെ നിപ്പയും എല്ലാം വന്നത്. ആ നിപ്പ കോവിഡ് വന്നപ്പോൾ അതിൻ്റെ കാര്യത്തിലെല്ലാം കൃത്യമായി പ്രവർത്തിച്ച ശൈലജയ്ക്ക് ജനങ്ങളുടെ ഇടയിൽ വലിയ പേരും പ്രശസ്തിയും ഉണ്ടായി. കോവിഡിൻ്റെ കാര്യത്തിൽ അവർ നടത്തിയിട്ടുള്ള പോരാട്ടം കൃത്യമായി തന്നെ വിജയിച്ചു. അങ്ങനെ ദിവസേന പത്രദൃശ്യമാധ്യമങ്ങൾ അവരുടെ പേരിൽ വലിയ പ്രചരണമുണ്ടായി. അവസാനം പിണറായി വിജയനും മനസ്സിലായി തൻ്റെ പേരും പ്രശസ്തിയും ഇടിഞ്ഞു വീഴാൻ പോവുകയാണ് എന്ന്. അങ്ങനെയാണ് ശൈലജയെ വെട്ടിമാറ്റി അദ്ദേഹം തന്നെ ഇത്തരം പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. ആ ചുക്കാൻ പിടിച്ച് പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകുന്നേരം 6 മണിക്ക് പ്രത്യക്ഷപ്പെടും. എന്നിടെ പക്ഷികൾക്കും പൂച്ചകൾക്കും പട്ടികൾക്കും അടക്കം ഭക്ഷണം കൊടുക്കുന്നതിനെക്കുറിച്ച് അവരെ പരിചരിക്കുന്ന അടക്കം ജനങ്ങളുടെ ആബാലവൃദ്ധം ജനങ്ങളുടെയും കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് ഈ ദൈവത്തെ പോലെ കിറ്റും പെൻഷനും കൊടുത്ത് അങ്ങനെ ആളുകളെ പാട്ടിലാക്കി. കുറഞ്ഞ സമയം കൊണ്ട് അദ്ദേഹം ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി, ദൈവതുല്യനായി. അങ്ങനെയാണ് 2021 ഇലക്ഷനിൽ എല്ലാ തരത്തിലും പ്രതിപക്ഷത്തെ നിഷ്പ്രഭമാക്കി 99 സീറ്റോടുകൂടി അധികാരത്തിലെത്തിയത്. എന്നാൽ ആ കാലഘട്ടത്തിൽ പ്രതിപക്ഷ നേതാവായിരുന്നു രമേശ് ചെന്നിത്തല ശക്തമായ പോരാട്ടമാണ് നടത്തിയിട്ടുള്ളത്. കടൽ കൊള്ളയും സ്പ്രിംഗ്ലർ വിവാദവും തുടങ്ങി എന്തെല്ലാം കാര്യങ്ങളിലാണ് അദ്ദേഹം പോരാട്ടം നടത്തിയിട്ടുള്ളത്. പക്ഷേ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ അത് പരാജയപ്പെട്ടു. കാരണം ജനങ്ങളിൽ എത്തിക്കാൻ പറ്റാത്ത വിധം കോവിഡിൻ്റെ കാലഘട്ടമായിരുന്നു. ആ കാലഘട്ടത്തിൽ ജനങ്ങളിൽ എത്തിക്കാനുള്ള പ്രചരണം നടത്തുക പ്രയാസമായിരുന്നു. അങ്ങനെയാണ് രമേശ് ചെന്നിത്തലയ്ക്ക് തുടർന്നിട്ട് ഭരണം UDFനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയാതെ പോയത് എന്ന് പറയുന്നൊരു വാസ്തവമുണ്ട്. എന്നിരുന്നാൽ അദ്ദേഹം പാർട്ടിയും കൂടി ഉപയോഗിച്ച് പാർട്ടി ജില്ലാ ഘടകങ്ങളെയും ഉപയോഗിച്ച് അടുത്തിട്ട് വരെ പ്രവർത്തിച്ചിട്ടില്ല എന്നുള്ള നെഗറ്റീവ് ആണ് അദ്ദേഹത്തിന് തുടർന്ന് UDFനെ വിജയിപ്പിച്ചെടുക്കാൻ പറ്റാതെ വന്നത്. 2021 അദ്ദേഹം വീണ്ടും പിണറായി വിജയൻ അധികാരത്തിൽ വന്നപ്പോൾ ചെയ്തത് എന്താണ്? തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രമുഖരായ CPMലെ പ്രമുഖരായ ആളുകളെല്ലാം വെട്ടിമാറ്റി. പലർക്കും സീറ്റ് കൊടുത്തില്ല. EP ജയരാജനും AK ബാലനും തോമസ് ഐസക്കിനൊന്നും സീറ്റ് കൊടുത്തില്ല. പകരം ശൈലജയ്ക്ക് മട്ടന്നൂർ സീറ്റ് കൊടുത്തു. ശൈലജ 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് മട്ടന്നൂരിൽ നിന്ന് ജയിച്ചത്. 50,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ധർമ്മടത്ത് പിണറായി വിജയൻ ഉണ്ടായിട്ടുള്ളൂ. മിക്ക സ്ഥലങ്ങളിലും വൻ ഭൂരിപക്ഷമാണ് ഉണ്ടായത്.
കാരണം ജനങ്ങളുടെ ഇടയിൽ ഹീറോ പരിവേഷമുള്ള ഒരു നേതാവായി മാറിയിരുന്നു. കിറ്റും പെൻഷനും കൊടുത്ത്, അതേപോലെ കോവിഡ് സമയത്ത് പട്ടിക്കും പൂച്ചയ്ക്കും വേണ്ടി അല്ലെങ്കിൽ പക്ഷികൾക്കും വേണ്ടി വരെ ജനങ്ങൾ എല്ലാ മേഖലകളിലുള്ള ജീവജാലങ്ങൾക്ക് വേണ്ടി കോവിഡ് സമയത്ത് ഭക്ഷണം കൊടുക്കണം, വെള്ളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് യഥാർത്ഥത്തിൽ കള്ളം പറയുമായിരുന്നു പിണറായി വിജയൻ. താൻ വിജയിക്കാനുള്ള ഒരു പ്ലാനും പ്രവർത്തനം ഉണ്ടാക്കി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹം വൻ വിജയം നേടുകയും ചെയ്തു. അങ്ങനെയാണ് തൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു മന്ത്രിസഭയെ അദ്ദേഹം നിശ്ചയിച്ചത്. അദ്ദേഹം ഒരു വിശ്വാസിയല്ല എന്നൊക്കെയാണ് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹം 15 ദിവസം കഴിഞ്ഞിട്ടാണ് മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്തത്. അതിന് കാരണം ആ ദിവസങ്ങൾക്ക് മുമ്പ് സത്യപ്രതിജ്ഞ ചെയ്താൽ വലിയ അപകടമുണ്ടാകുമെന്നുള്ള പൊതുവാളിൻ്റെ ജ്യോത്സ്യൻ പൊതുവാളിൻ്റെ കബഡി നിരത്തിയുള്ള കാര്യങ്ങളിൽ കേട്ട് വിശ്വസിച്ചിട്ടാണ് അദ്ദേഹം 16 ദിവസം കഴിഞ്ഞ് 15-16 ദിവസം കഴിഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ആരുണ്ടായില്ല? കെ ശൈലജ ആരോഗ്യമന്ത്രിയില്ല. അവിടെ ആരെയാണ് ആരോഗ്യമന്ത്രിയാക്കിയത്? ഒന്നിനും കൊള്ളാത്ത, ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത വീണ ജോർജിനെയായിരുന്നു. ഈ വീണ ജോർജിനെയും കൊണ്ടുവരാൻ കാരണം എന്ന് വെച്ചാൽ വീണ ജോർജ് അസൽ കുഴലൂത്തുകാരിയായിരുന്നു. നമ്മൾ കേട്ടില്ലേ നിയമസഭയിൽ പ്രസംഗിച്ചത്? ഈ കപ്പൽ ആടി ഉലയില്ല സാർ. ഈ കപ്പലിൻ്റെ കപ്പിത്താൻ ആരാണ്? പിണറായി വിജയനാണ്. പിണറായി വിജയൻ കപ്പിത്താനാകുമ്പോൾ ആ കപ്പലിനെ നിയന്ത്രിക്കാൻ പറ്റും. LDF എന്നുള്ള കപ്പലിനെ ഒരിക്കലും മുങ്ങില്ല. അത് വലിയ തോതിൽ അത് മുന്നോട്ട് പോകും. എന്നാൽ 2021 ഇലക്ഷനോടുകൂടി പിണറായി വിജയൻ അഹങ്കാരം വർദ്ധിച്ചു. 41 വണ്ടി പോലീസിൻ്റെ സഹായത്തോടെ ഓടുന്ന ഒരു ഭീകരജീവിയായി മാറി. അങ്ങനെ ജനങ്ങളിൽ നിന്നകന്നു. അദ്ദേഹത്തിൻ്റെ ഇരുമ്പ് മറയായിരുന്നു. പാർട്ടി ഓഫീസ് നേരെ അദ്ദേഹത്തിനെ കാണാൻ ആർക്കും കഴിയുമായിരുന്നില്ല. ക്ലിഫ് ഹൗസിൽ ഫുൾ വിലക്കേർപ്പെടുത്തി. അതേപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വിലക്കേർപ്പെടുത്തി. പക്ഷേ പത്രപ്രവർത്തകർ പോലും അദ്ദേഹത്തെ കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. കടക്ക് പുറത്ത് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ നിലപാട്. അത് എല്ലാ മേഖലകളിലേക്കും കടക്കുകയും അദ്ദേഹം ചില ഗുണ്ടാ മാഫിയ സംഘങ്ങളെ, അതായത് എല്ലാ ഏരിയ സെക്രട്ടറിമാരോ അല്ലെങ്കിൽ അവിടെയുള്ള പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട ഒരാളെയോ തൻ്റെ ഗ്യാങ്ങിൽപ്പെടുത്തി ഓരോ വാർഡ് തലത്തിലും അദ്ദേഹം ഗുണ്ടാ മാഫിയ ഗ്യാങ് ഉണ്ടാക്കി. അവിടുത്തെ ഗുണ്ടകളും അവിടുത്തെ വാർഡ് മെമ്പറും ചില പോലീസുകാരും ഉൾപ്പെട്ട ഇവർ കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും കൈയടക്കി. അവരാണ് പറയുന്നത്, അവർക്ക് ഒരാൾക്കെതിരെ കേസെടുക്കണമെങ്കിൽ ഇവർ വിചാരിക്കണം. അതേപോലെ ആ കേസെടുത്ത് ആരെങ്കിലും അറിയാതെ കേസെടുത്ത് കഴിഞ്ഞാൽ ഇവരുടെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ കേസ് അട്ടിമറിക്കാൻ ഒരു മോഷണ കേസ് പകരം കൊടുക്കും. അവസാനം മോഷണ കേസിൽ കൊടുക്കണോ യഥാർത്ഥ കേസിൽ പിൻവലിക്കുക വേണം എന്നുള്ള അവസ്ഥ വരുമ്പോൾ അവർ ഇട്ടേച്ചോടും. അങ്ങനെ എല്ലാ തരത്തിലും സെറ്റിൽമെൻ്റായി മാറി. അങ്ങനെ മണ്ണ് നികത്തലും അതേപോലെ പാറമട ലോബിയും എല്ലാം സജീവമായി പ്രവർത്തിച്ചവരെല്ലാം തന്നെ പിണറായി വിജയൻ്റെ അണ്ടറിലായിരുന്നു ഉണ്ടായിരുന്നത്. കേരളത്തിൻ്റെ ഓരോ ഏരിയയിലും എന്തൊക്കെ കട്ടുമുടിക്കാൻ പറ്റും അതൊക്കെ കൃത്യമായി പഠിച്ചുകൊണ്ട് പിണറായി വിജയൻ കൃത്യമായി മോഷണം നടത്തി. ശബരിമലയിലാകട്ടെ, അതുപോലെയുള്ള മറ്റു അമ്പലങ്ങൾ, തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാകട്ടെ, അതേപോലെ കേരളത്തിലെ വൻകിട ഗവൺമെൻറ് ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ അവിടെയുള്ള ആൻറ്റിക്കുകളും അതേപോലെ റൈസ് പുള്ളർ എന്നൊക്കെ പറയുന്ന പവറുള്ള മെറ്റീരിയലുകളെല്ലാം കടത്തിക്കൊണ്ടുപോയി അദ്ദേഹം ഇവിടെ നിന്ന് വിദേശത്ത് കൊണ്ടുപോയി വിറ്റു. അദ്ദേഹത്തിന് 10,000 കോടി രൂപയുടെ അനധികൃത നിക്ഷേപത്തിൻ്റെ, വിദേശത്തുള്ള നിക്ഷേപത്തിൻ്റെ രേഖകളാണ് എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ഇത് എൻ്റെ അടുത്ത് കിട്ടിയെന്ന് അറിഞ്ഞ ഉടൻ തന്നെ വീണ ജോർജിൻ്റെ ഒരു കള്ളപ്പരാതിയിൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നു. അത് എന്നിട്ട് എൻ്റെ ഓഫീസും വീടും റെയ്ഡ് ചെയ്യുന്നു. CCTV ക്യാമറ ഊരിയെടുത്ത് അവിടെ ആ സമയത്ത് CCTV പ്രവർത്തിക്കാതെയാക്കി രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയി പിണറായി വിജയൻ. സത്യത്തിൽ എൻ്റെ കൈവശമുള്ള രേഖകൾ 10,000 കോടിയുടെ ആണെങ്കിൽ പിണറായി വിജയന് 1,00,000 കോടി രൂപയുടെയെങ്കിലും അദ്ദേഹത്തിന് അനധികൃത നിക്ഷേപം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം 10,000 കോടി രൂപയുടെ നിക്ഷേപത്തിൻ്റെ രേഖകൾ 2021 നവംബർ മാസത്തിലാണ് കടത്തിക്കൊണ്ടു പോകുന്നത്. പിണറായി വിജയനെ മാത്രമല്ല വീണ ജോർജിനും വിദേശത്ത് നിക്ഷേപമുണ്ടായിരുന്നു. അതിൻ്റെ രേഖകളും എൻ്റെ കൈവശമുണ്ടായിരുന്നു. അവരും ഭർത്താവും കൂടിയാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനെ മൊത്തത്തിൽ അടക്കി വാണിരുന്നത്. അവിടെ അനധികൃത നിയമനങ്ങളും അതേപോലെ ഉപയോഗിച്ച മരുന്ന് വാങ്ങി അതിൻ്റെ കമ്മീഷൻ അടിച്ചു മാറ്റലും എക്യുപ്മെൻറ്റ്സ് വാങ്ങലും ഇപ്പോഴത്തെ K മുരളീധരൻ ഓർഡർ ഇട്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ അനധികൃതമായി വാങ്ങിക്കൂട്ടിയ കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷക്കണക്കിന് കോടി രൂപയുടെ അനധികൃതമായി വാങ്ങിയ ഉപകരണങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അത് എന്തടിസ്ഥാനത്തിലാണ് വാങ്ങിയത്, ആർക്ക് വേണ്ടിയിട്ടാണ് വാങ്ങിയത്, അതിൻ്റെ അഴിമതികളെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം ഉത്തരവിട്ടിരിക്കുകയാണ്. അത് വന്നു കഴിഞ്ഞാൽ വീണ ജോർജ് അറസ്റ്റിലാകും. വീണ ജോർജിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിണറായി വിജയനും അറസ്റ്റിലാകും. കാരണം ഇതിൻ്റെ പണത്തിൻ്റെ
കൃത്യമായിട്ടുള്ള ഉറവിടം എന്ന് പറയുന്നിടത്ത് പിണറായി വിജയൻ്റെ അക്കൗണ്ടിലേയും പോവും, വിദേശത്തുള്ള ബിനാമി അക്കൗണ്ടിലേയും പോവും, വീണ ജോർജിൻ്റെ വിദേശത്തുള്ള ബിനാമി അക്കൗണ്ടിലേയും ഇവിടെ ക്യാഷായിട്ട് കുറച്ച് എമൗണ്ടും കൊടുക്കും. നമുക്കറിയാം കരിമണൽ കടത്തിയുമായിട്ടുള്ള ഇടപാടിൽ മകളുടെ അക്കൗണ്ടിലേക്ക് വന്നത് 2,78,00,000 രൂപയാണ്. എന്നാൽ 500 കോടിയെങ്കിലും 5,000 കോടിയെങ്കിലും പിണറായി വിജയൻ അല്ലാതെ വിദേശത്ത് ക്യാഷായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള വിശ്വാസമാണ് എനിക്കുള്ളത്. കാരണം അങ്ങനെയാണ് പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്യുക. ഇവിടെയുള്ള എല്ലാ ബിസിനസ് സ്ഥാപനങ്ങളെയും സമരം നടത്തിക്കും, പിന്നീട് അത് സെറ്റിൽമെൻറ്റ് നടത്തും. അങ്ങനെ കേരളത്തിൽ നിന്നും എങ്ങനെയാണ് വീണ ജോർജും പിണറായി വിജയനും ഇങ്ങനെ ബ്ലാക്ക് മെയിൽ ചെയ്തും അല്ലാതെയും ഭീഷണിപ്പെടുത്തിയും ഒക്കെ പണം ഉണ്ടാക്കിയത് എന്നുള്ളത് ഈ രൂപത്തിലാണ്. കേരളത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും അവർ മുച്ചോട് നശിപ്പിച്ചു. എന്തായാലും ഇപ്പോൾ കെ മുരളീധരൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുകയാണ്. ഏറ്റവും ചുരുങ്ങിയ 1,00,000 കോടി രൂപയുടെയെങ്കിലും 5 വർഷം കൊണ്ട് എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൂട്ടിയിട്ടുണ്ടാവും. അതിനൊരു 25% കമ്മീഷൻ കൂട്ടിക്കഴിഞ്ഞാൽ 25,000 കോടി രൂപയുടെ കമ്മീഷനായിരിക്കും വീണ ജോർജും പിണറായി വിജയനും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടാവുക. വീണ ജോർജ് പിണറായി വിജയനെ കുഴലൂത്ത് ഊതുന്നത് വെറുതെയല്ല. അങ്ങനെയെങ്കിൽ പ്രകീർത്തിച്ച് വാനോളം ഉയർത്തുക, എന്നിട്ട് കാര്യലാഭം നേടിയിട്ടാണ് ശൈലജ ടീച്ചറെ വെട്ടിമാറ്റിയിട്ട് അവർ മന്ത്രിയായത്. ഈ 5 വർഷം കൊണ്ട് അവരുണ്ടാക്കിയിട്ടുള്ള കോടികളുടെ കണക്ക് കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പോകും. വിദേശത്ത് അവർ സുരക്ഷിതമായി പണമുണ്ടാക്കിയിരിക്കുന്നു, പിണറായി വിജയൻ അതിലപ്പുറത്തേ ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് 25,000 കോടി രൂപയുടെ കമ്മീഷൻ വീണ ജോർജും പിണറായി വിജയനും കൂടെ മോഷ്ടിച്ചിട്ടുണ്ടെന്നുള്ള ഒരു വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും അതിനെക്കുറിച്ചുള്ള അന്വേഷണം പൂർത്തിയാകുമ്പോൾ നമ്മൾ ഞെട്ടുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യം സംശയമില്ല. കെ മുരളീധരൻ നടത്തുന്ന ഈ പോരാട്ടത്തിന് തീർച്ചയായും ജനങ്ങളെ പിന്തുണയുണ്ടാവും. അത് ഇപ്പോൾ ഭരിക്കുന്ന അദ്ദേഹമാണ് ആരോഗ്യമന്ത്രി. അദ്ദേഹം വന്ന ശേഷം കാലോചിതമായി പല മാറ്റങ്ങളും ഉണ്ടാക്കുകയും ശക്തമായ രൂപത്തിൽ ആരോഗ്യവകുപ്പ് നല്ല രൂപത്തിൽ ഭരിക്കുകയും ചെയ്യണം. ഒരു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ എങ്ങനെ ഇരിക്കണമെന്ന് ചോദിച്ചാൽ കെ മുരളീധരനെ പോലെ ഇരിക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും വീണ ജോർജും പിണറായി വിജയനും അന്വേഷണം പൂർത്തിയാകുമ്പോൾ അറസ്റ്റിലാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏറ്റവും ചുരുങ്ങിയത് 5 വർഷം കൊണ്ട് 25,000 കോടി രൂപയുടെ കമ്മീഷനെങ്കിലും മരുന്നുകൾ വഴിയും അനധികൃതമായി മരുന്നുകൾ വാങ്ങിയ വഴിയും, കൂടാതെ ഹോസ്പിറ്റലിലെ മരുന്ന് എന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടേതാണ് വാങ്ങിയിട്ടുണ്ടാവും. അതേപോലെ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കൂട്ടിയത്, ബിൽഡിംഗ് പണിഞ്ഞതിൽ എല്ലാത്തിലും കമ്മീഷനാണ്. എന്തായാലും ഇതിലൂടെ ഉണ്ടാക്കിയ പണം എന്തായാലും നല്ല രൂപത്തിൽ ഇവർക്ക് ജീവിക്കാൻ പറ്റില്ല. കെ മുരളീധരൻ്റെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ, ആരോഗ്യമന്ത്രിയുടെ അന്വേഷണം പൂർത്തിയാകുമ്പോൾ ഇവർ രണ്ടുപേരും പിടിക്കപ്പെടും എന്നുള്ള കാര്യം സംശയമില്ല. നന്ദി, നമസ്കാരം.